നമസ്കാരം. റൂട്ട് വിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ കണ്ണമ്പാറയിൽ പ്രവർത്തിക്കുന്ന പാറക്കോറിയുമായി ബന്ധപ്പെട്ട സമരം കടുപ്പിച്ച് സംയുക്ത സമരസമിതിയും നാട്ടുകാരും. ഇന്ന് രാവിലെ അമിത ലോഡുമായി വന്ന ടോറസ് ലോറികൾ സമരസമിതിയും സ്ത്രീകളുമടക്കമുള്ള ആളുകൾ റോഡിൽ തടഞ്ഞു. തുടർന്ന് പോലീസും കോറി ഉടമയും പഞ്ചായത്തും സംയുക്ത സമരസമിതിയുമായി നടത്തിയ ചർച്ചയിൽ സെപ്റ്റംബർ 12 രാവിലെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ചർച്ചയ്ക്ക് തീരുമാനിച്ചു. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ കണ്ണമ്പാറയിൽ പ്രവർത്തിക്കുന്ന കോറിയുമായി ബന്ധപ്പെട്ട സമരം കടുപ്പിച്ച് സംയുക്ത സമരസമിതിയും നാട്ടുകാരും. ചടയമംഗലം കണ്ണമ്പാറ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഭാരം കയറ്റി വന്ന ടോറസ് ലോറികൾ ഇന്ന് രാവിലെ തടഞ്ഞു. നിരവധി നാളുകളായി പാറക്കോറിക്കെതിരെ ജനകീയമായ സമരവും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു വരികയായിരുന്നു. ഇത് കണ്ണുറക്കുന്നില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തയ്യാറാകത്തിന്റെ വീട്ടിൽ അവസാനം ഗത്യന്തരമില്ലാത്ത ആണ് ഈ ജനകീയ സമരത്തിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അല്ലല്ല ഞാൻ നിങ്ങൾ ഇതിന്റെ ഉദ്ദേശം നിങ്ങൾ ഒരാള് പറഞ്ഞ് ഇറങ്ങി ഇന്ന് വീഡിയോ എടുക്കാനാണ് സംസാരിക്കേണ്ട വീഡിയോ ഈ കാണികൾ ഇത്രയും പേര് വീഡിയോ ഭാരം വഹിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ഇന്നലെ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. മടവൂർ പഞ്ചായത്ത് ബോർഡ് വെച്ചു, അങ്ങോട്ട് വണ്ടി പോണില്ല. ചടയമംഗലം പഞ്ചായത്ത് ഇന്നലെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ 10 ടണ്ണിൽ കൂടുതൽ ഭാരം വഹിച്ച വാഹനങ്ങൾ പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്ത് പ്രശ്നം വന്നാലും സമ്മതിക്കത്തില്ല. ഇറക്കണം, ഞങ്ങളെ കയറ്റി ഇറക്കി ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ഒരൊറ്റ വണ്ടി വിടത്തില്ല. പാറക്കോറിയുമായി ബന്ധപ്പെട്ട് 10 കണക്കിന് ലോഡുകൾ കയറ്റിയ ടോറസ് ലോറികൾ സ്കൂൾ സമയങ്ങളിൽ പോലും ചീറിപ്പായുന്ന അപകടകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 10 ടണ്ണിൽ കൂടുതൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ സമീപ പ്രദേശങ്ങളിൽ കൂടി കടന്നു പോകരുത് എന്ന മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിരുന്നു. കുട്ടികള്, സാധാരണക്കാരെ ജനങ്ങളെല്ലാം പോകുമ്പോൾ ഇത്ര ഈ റോഡ് നിറഞ്ഞു പോകുന്ന ഈ ടോറസ് വളരെ ഗുരുതരമായ അപകടം ഉണ്ടാകും. പല പ്രാവശ്യത്തിൽ പാറ തെറിച്ചു വീണിട്ടുണ്ട്. പാറ ഇങ്ങോട്ട് പോയാൽ ടോറസ് മറിഞ്ഞിട്ടുണ്ട്. നാളെ നാടിന് വിപത്താകുന്ന ഒരു അപകട മുന്നറിയിപ്പാണ് ഞങ്ങൾ നൽകുന്നത്. അത് ഒഴിവാക്കണം. അധികാരികൾ ഇടപെട്ട് ഇത് തടയണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അംബാസഡർ കാറും ജീപ്പും ചെറിയ ലോറികളുടെ ഒരു കാലഘട്ടത്തിൽ പണിത പാലമാണ്. ഒട്ടും സുരക്ഷിതമല്ലാത്ത പാലമാണ്. ആ പാലത്തിലാണ് ഇത്രയും അമിതമായ ലോഡുമായിട്ടുള്ള മൾട്ടി ആക്സിൽ ടോറസുകൾ കയറിപ്പോകുന്നത്. ആ പാലം ഏത് നിമിഷവും വീഴും. ഈ കാര്യങ്ങൾ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. അവർ അവഗണിക്കുന്നു. അവർക്കെതിരായിട്ടുള്ള ഒരു വികാരമാണ് ഈ പ്രകടിപ്പിക്കുന്നത്. ഈ നിയമങ്ങളെയും പഞ്ചായത്ത് സ്ഥാപിച്ച ബോർഡിൽ പറയുന്ന കാര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് അമിതമായി ഭാരം കയറ്റിയ ലോറികൾ കടന്നു വന്നതെന്ന് സംയുക്ത സമരസമിതി ആരോപിച്ചു. ഈ ലോറികളാണ് നാട്ടുകാരും സംയുക്ത സമരസമിതിയും ചേർന്ന് തടഞ്ഞത്. തുടർന്ന് പോലീസ് അധികാരികൾ സ്ഥലത്തെത്തി. ഏകദേശം 2 മണിക്കൂറോളം ലോറികൾ തടഞ്ഞിട്ടു. കോറി പ്രവർത്തകർ സമരക്കാരുടെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനും കാരണമായി. തുടർന്ന് പോലീസും പാറക്കോറി ഉടമയും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ 12/9/2024 രാവിലെ 10 മണിക്ക് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിഷയം ചർച്ച ചെയ്യുവാനും തീരുമാനിച്ചു. റൂട്ട് വിഷൻ ന്യൂസ്, ചടയമംഗലം. ആ നിയമലംഘനം നമ്മൾ തടയുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമാണ്. ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം, ഞങ്ങൾ പഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം 9-ാം തീയതി വരെ ക്ഷമിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ക്ഷമിച്ചു. 9-ാം തീയതി ഇന്നലെ ബോർഡ് സ്ഥാപിച്ചു. ആ ബോർഡ് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതേ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ടിപ്പറിൽ കൊണ്ടുവെക്കോ, അല്ലെ സാധാ ടിപ്പറിൽ കൊണ്ടുവെക്കോ, ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തടയത്തില്ല.